നീറ്റ് 2024 വരുമ്പോൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ്. അതിനിടയ്ക്ക് നമ്മെ ഞെട്ടിക്കുന്ന രീതിയിൽ, ഞെട്ടിക്കുക മാത്രമല്ല ഞെട്ടിത്തരിപ്പിക്കുക എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അങ്ങനത്തെ ഒരു അത്ഭുതപ്പെടുത്തുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ കാണുവാൻ സാധിച്ചത്. അതായത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഗുജറാത്തിലെ ക്ലാസ് 12 ബോർഡ് എക്സാമിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ സ്കോർ, അവരുടെ മാർക്ക് എന്ന് പറയുന്നത് ഫിസിക്സിൽ 21 മാർക്ക്, 100-ൽ 21 E1 എന്നാണ് അവരുടെ ഗ്രേഡ് അവിടെ മാർക്ക് ചെയ്തത്. തന്നെ കെമിസ്ട്രിയിൽ 100-ൽ 31, അതും E1 എന്നാണ് ഗ്രേഡ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നീട് ബയോളജിയിലോട്ട് വരുമ്പം കുറച്ചൊന്ന് സ്കോർ കൂടിയിട്ടുണ്ട്, 100-ൽ 39 ആയിട്ടുണ്ട്. അങ്ങനെ അടപടലം ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ വളരെ ചെറിയ സ്കോർ ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇൻ ടോട്ടൽ റിസൾട്ടിൽ തന്നെ എഴുതിയിരിക്കുന്നത് അവർക്ക് ഇംപ്രൂവ്മെന്റ് വേണം, നീഡ് ഇംപ്രൂവ്മെന്റ് എന്നാണ്. അങ്ങനത്തെ ഒരു സ്റ്റുഡൻറ്റ് ഇനി നീറ്റിലോട്ട് വരുമ്പോൾ സംഭവിച്ചത് നോക്കൂ. 720-ൽ 705 മാർക്കാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എഫേർട്ടും അത്രയ്ക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും ബ്രില്യൻ്റായ സ്റ്റുഡൻസ് സ്കോർ ചെയ്യുന്ന സ്കോറാണ് അവരുടെ സ്കോർ വന്നിരിക്കുന്നത്. ടോട്ടൽ പേഴ്സൻറ്റേജിലോട്ട് വരുമ്പോൾ 99%, 99.94% അവർ സ്കോർ ചെയ്തിരിക്കുന്നത്. നീറ്റിനെ സംബന്ധിച്ചും നീറ്റിൻ്റെ കാര്യങ്ങളുമൊക്കെ അറിയുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാർത്ത ഞെട്ടിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയായിരിക്കും. കാരണം നീറ്റിലെ ഫിസിക്സും കെമിസ്ട്രിയും അതിൻ്റെ ആ ഒരു ലെവലൊക്കെ ബോർഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ വ്യത്യാസമാണ്. കാരണം ടൈം മാനേജ്മെൻറ്റും അതുപോലെ പ്രോബ്ലംസ് കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ, അപ്പം 21 സ്കോർ ചെയ്ത ഒരു സ്റ്റുഡൻറ്റിന് നീറ്റിൽ ഫിസിക്സിൽ 99-ൻ്റെ മുകളിൽ സ്കോർ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുമ്പം എന്തായാലും അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളാണ് നീറ്റ് 2024 കുറിച്ച് ഇതുവരെ നമ്മൾ കേട്ടത്. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്റ്റുഡൻസിന് സംശയങ്ങളുണ്ടാകും. അത് അന്വേഷിക്കപ്പെടണമെന്ന് പറയുമ്പോൾ ഇതിനെതിരെയൊക്കെ കണ്ണടച്ച് റീഅസസ്മെൻറ്റ് മാത്രം മതി എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രതികരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിച്ചു. ഇതിനൊക്കെ മറുപടിയായി നമുക്ക് ഒന്നേ പറയാനുള്ളൂ, നീറ്റ് സുതാര്യമായി നടത്തപ്പെടേണ്ട ഒരു എക്സാം. ഒരുപാട് സ്റ്റുഡൻസ് വരും തലമുറയിലും അതുപോലെ ഇപ്പോൾ കറൻ്റ്ലി എഴുതിയ സ്റ്റുഡൻസ് ഒക്കെ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പരീക്ഷയാണ് നീറ്റ്. അത് നീതിപൂർവം നടത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തെ എല്ലാ കാര്യങ്ങളും, ഏതൊരു സ്റ്റുഡൻറ്റിന് അതിനകത്ത് സംശയം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അന്വേഷിക്കപ്പെടണം. അങ്ങനെ വളരെ സുതാര്യമായിട്ട് ഭാവി തലമുറയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു എക്സാമായിട്ട് നീറ്റ് മാറണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. സോ എല്ലാം അന്വേഷിക്കപ്പെടട്ടെ, അങ്ങനെ നീതി പുലരട്ടെ. ഒരുപാട് സംശയങ്ങൾക്കെതിരെ എന്തിന് നമ്മൾ കണ്ണടക്കണം? അന്വേഷിക്കപ്പെട്ടിട്ട് ഇനിയൊരു റീനീറ്റ് പോസിബിലിറ്റി, റീനീറ്റ് അതിനകത്ത് വരാൻ സാധ്യതയുണ്ടെങ്കിൽ റീനീറ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ സ്റ്റുഡൻസ് അതിനെ ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തപ്പോൾ റീനീറ്റിനെ കുറിച്ച് പറയുമ്പോൾ പലർക്കും ഒബ്വിയസ് അതിനകത്ത് ടെൻഷൻ ഉണ്ടാകാം. പക്ഷേ നമ്മൾ റീനീറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എഴുതുന്നില്ല, എനിക്ക് ആദ്യത്തെ എക്സാമിൽ സ്കോർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അവർ റീനീറ്റ് വരികയാണെങ്കിൽ അത് ഫേസ് ചെയ്തേ പറ്റൂ. അപ്പോൾ നിങ്ങൾ ഒരുങ്ങിയിരിക്കുക, എല്ലാറ്റിനും റെഡി ആയിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. എന്തും സംഭവിക്കാം. അന്വേഷണങ്ങൾ പോകുമ്പോൾ ചിലപ്പം ഇതിനകത്ത് എന്തെങ്കിലും പേപ്പർ ലീക്ക് വന്നു കഴിഞ്ഞാൽ റീനീറ്റിലേക്ക് പോയേക്കാം. അപ്പോൾ നമ്മൾ എഴുതില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, എല്ലാവരും എഴുതേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്ത്. നമ്മൾ റീനീറ്റിനെയോ റീ അസസ്മെൻറ്റിനെയോ അങ്ങനെ ഒന്നിനെയോ അല്ല നമ്മൾ അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. എന്താണോ അതിനകത്ത് പ്രശ്നങ്ങൾ അത് അന്വേഷിക്കപ്പെടണം, അതിനകത്ത് നീതി പുലരണം. അത്രയേ ഉള്ളൂ നമ്മൾ അതിനകത്ത് പറയുന്നത്. അല്ലാണ്ട് റീനീറ്റ് ഉള്ളവർക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ റീ അസസ്മെൻറ്റിന് സപ്പോർട്ട് അങ്ങനെ രണ്ട് ഭാഗങ്ങളായി തിരിയുന്നതും അത്തരം ഡിബേറ്റുകളൊന്നും അതിനോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. ജസ്റ്റിസ് ഫോർ നീറ്റ് ആസ്പിറൻസ് എന്ന ഒരു കാര്യം മാത്രമാണ് നമ്മൾ അതിനകത്ത് ആവശ്യപ്പെടുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.